ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, ശനിയാഴ്ച ഇന്ന് മുഴുവൻ സമയവും നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ അനുജന്മാരെ, അനുജത്തിമാരെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹവും സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഇന്നേ ദിവസം നിങ്ങൾ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അധ്വാനിക്കുന്ന നല്ലൊരു മനസ്സ് നിങ്ങൾക്കുണ്ടായിരുന്നു. ഇന്നൊരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞ കാര്യമുണ്ട്. അച്ഛാ, എൻ്റെ മോൻ അച്ഛൻ പറഞ്ഞ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും ഞാൻ കണ്ടു. അവൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നുമ്പോൾ, പഠിക്കാനുള്ള അസ്വസ്ഥത തോന്നുമ്പോൾ അവൻ പറയും, അചഞ്ചലമായ മനസ്സോടും സ്ഥിരതയോടും കൂടി പഠിക്കുവാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് അവൻ പറയുന്നത് ഞാൻ കേട്ടച്ഛാ. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് വലിയൊരു ശക്തി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ദിവസങ്ങളെല്ലാം സ്ഥിരതയോടുകൂടി പഠിക്കുവാനുള്ള നല്ലൊരു ശക്തി നിങ്ങൾക്ക് തരുന്നുണ്ട്. സ്നേഹം നിറഞ്ഞവരെ, സുഭാഷിതങ്ങളുള്ള വായന 13-ാം അധ്യായം 4-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്. സുഭാഷിതങ്ങൾ 13-ാം അധ്യായം 4-ാമത്തെ തിരുവചനം: എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, എത്ര ആഗ്രഹിച്ചാലും അലസന് ഒന്നും കിട്ടുന്നില്ല, സ്ഥിരോത്സാഹിക്ക് സമൃദ്ധമായി ലഭിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, വചനം പറയുകയാണ്, ഈ ശനിയാഴ്ച നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നാളെ ഞായറാഴ്ചയാണ്, ഇന്ന് രാത്രി നമ്മുടെ കൈകളുണ്ട്. അപ്പം അതുകൊണ്ട് സ്ഥിരതയോടുകൂടി നമ്മുടെ മനസ്സിലൊരു അലസതയുണ്ടാവാം. ഇത്രയും ദിവസം പഠിക്കുകയായിരുന്നല്ലോ, ഇന്ന് മുഴുവൻ പഠിക്കുകയായിരുന്നല്ലോ, ആ അലസതയെല്ലാം മാറ്റിവെച്ച് സ്ഥിരതയോടുകൂടി നമ്മൾ ഉത്സാഹിച്ചുകൊണ്ടിരിക്കണം. ഒരു 100 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ഒരു കൊച്ച്, ഒരാൾ 50 മീറ്റർ ഓടിക്കഴിഞ്ഞിട്ട് അവൻ വിചാരിക്കുക ഇനി കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചാൽ അവൻ ഒരിക്കലും സമ്മാനത്തിന് അർഹനാകുകയില്ല. ആരംഭിച്ചത് മുതൽ അവസാനം വരെ ഒരേ വേഗത കൂട്ടിക്കൊണ്ട് അവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന് സമ്മാനം കിട്ടുന്നത്. ഒരു 90 മീറ്റർ അവൻ ഓടിയിട്ട് അവൻ വിചാരിക്കുകയാണ് എനിക്ക് പിന്നെ പതുക്കെ നടന്നേക്കാം. അപ്പോൾ എന്തു ചെയ്യും? അവൻ ആ ഓട്ടത്തിൽ പരാജയപ്പെടും. നിങ്ങളായിരിക്കുന്ന ഈ പരീക്ഷ എന്ന് പറയുന്ന ഓട്ടം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ മനസ്സ് പറയും ഇനി കുറച്ച് നേരം നടന്നേക്കാം. അങ്ങനെ വിചാരിക്കാതെ പരീക്ഷ കഴിയുന്നത് ഒരേ സ്ഥിരതയോടുകൂടി ഓടാനുള്ള ശക്തിയും കൃപയും തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് നല്ലൊരു പഠനത്തിൻ്റെതായിട്ട് ദിവസങ്ങൾ നേരുക, നല്ല ഓർമ്മശക്തി തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ബുദ്ധിയിലുമെല്ലാം പറ്റൂല, വിശ്രമം ആവശ്യമുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. അങ്ങനെ തോന്നരുത്. അങ്ങനെ തോന്നാതെ ഇനി എനിക്ക് പഠിക്കാൻ പറ്റും, ഇനി എനിക്ക് മുന്നേറാൻ പറ്റുമെന്ന് വിചാരിച്ച് നമ്മൾ തീഷ്ണതയോടുകൂടി പഠിക്കണം. നമ്മുടെ മനസ്സിലുള്ള ഒരു അലസത വെടിഞ്ഞുകൊണ്ട് നന്നായിട്ട് നമ്മൾ അധ്വാനിക്കണം. നമ്മൾ പഠിക്കുന്ന ചില വിഷയങ്ങൾ നമ്മൾ എഴുതി പഠിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളുണ്ടാവാം. ആ വിഷയങ്ങൾ നമ്മൾ എഴുതി പഠിക്കണം. ചില വിഷയങ്ങൾ നമ്മൾ ഓർത്തിരിക്കാനുണ്ട്. ചില അതിൻ്റെ ഇക്വേഷൻസ്, കാൽക്കുലേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കും. നിർവചനങ്ങൾ, അതെല്ലാം നമ്മൾ ഓർത്തിരുന്ന് നന്നായി പഠിക്കാനുള്ള ശക്തി തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മനസ്സിലും ശരീരത്തിലുള്ള എല്ലാ അലസതയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ കൂടുതൽ പഠിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ചിലപ്പോൾ നാളെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും ഇന്ന് ഞായറാഴ്ചയല്ലേ, അതുകൊണ്ട് മാറ്റി നമുക്ക് കുറച്ച് നേരം എവിടെയെങ്കിലും പോകാം, കുറച്ച് നേരം ഗെയിം കാണാം, കുറച്ച് നേരം TV കാണാം, കുറച്ച് നേരം മൊബൈൽ ഉപയോഗിക്കാം എന്നൊക്കെ നമ്മുടെ മനസ്സ് പറയാൻ തുടങ്ങും. അത് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു അലസതയാണെന്ന് അത് ഓർത്തുകൊണ്ട് അത് മാറ്റി നിർത്തി സ്ഥിരതയോടുകൂടി നമ്മൾ അധ്വാനിക്കുക, സ്ഥിരതയോടുകൂടി നമ്മൾ പഠിക്കുക. നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് ക്രമമായിട്ട് നമ്മൾ പഠിക്കുക. നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ചില ആൾക്കാർ വെള്ളം കുടിയൊക്കെ കുറച്ചു, ചൂടുള്ള കാലാവസ്ഥയാണ്, നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ നടന്ന് എക്സസൈസ് എടുക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾ നല്ലൊരു പഠന സമയവും ഒക്കെ തരികയാണ്. ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുവാൻ വേണ്ടി എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കുന്നുണ്ട്. അവരുടെ യാത്രകൾ അവർ മാറ്റി വെക്കുന്നുണ്ട്. അവർ ചില സന്തോഷങ്ങൾ അവർ മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി ചില ക്രമീകരണങ്ങൾ നടത്തുന്ന മാതാപിതാക്കന്മാരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അപ്പനെ കണ്ടപ്പോൾ ആ അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മകൻ പഠിച്ചിട്ട് ഉറങ്ങിയ ശേഷം മാത്രമേ ഞങ്ങൾ കിടക്കാറുള്ളൂ, അവൻ ഒറ്റയ്ക്ക് ഞങ്ങൾ അവിടെ ഇരുത്താറില്ല, ഞങ്ങൾ അവന് വേണ്ടി മാറി നിന്ന് ഞങ്ങൾ
അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ പുറകിലുണ്ട്. ദൈവം നല്ലൊരു വിജയം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകമായ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നല്ല ബുദ്ധിശക്തി തന്ന്, നല്ല ഓർമ്മ തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, അറിവിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, അങ്ങൻ്റെ പഠനത്തിലും പാഠ്യ വിഷയങ്ങളിലും വന്ന് നിറയണമേ. യേശുവേ, എൻ്റെ ബുദ്ധിയെയും മനസ്സിനെയും ഓർമ്മശക്തിയെയും കഴിവുകളെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ വിരൽ തുമ്പ് കൊണ്ട് പരീക്ഷകൾ എഴുതുവാൻ, പഠിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈ ദിവസങ്ങളിലുള്ള എൻ്റെ അലസതയും അസ്വസ്ഥതയും ഭയവും നീക്കി ആത്മവിശ്വാസവും പ്രത്യാശയും നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ. വിജയത്തിൻ്റെ നിമിഷങ്ങളിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ എന്നിൽ ചൊരിയണമേ. എൻ്റെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, അസാധകാര്യങ്ങളുടെ മധ്യസ്ഥനും നിസ്സഹായ സങ്കേതവുമായ വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥം നമ്മളോടുകൂടി ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം ഈ വിശുദ്ധൻ്റെ പ്രത്യേകമായ മാധ്യശക്തി നമ്മളോടുകൂടി ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂദാശ്ലീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഈ ദിവസങ്ങളിൽ അങ്ങ് ഉപയോഗിക്കണമേ. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും, പ്രത്യേകിച്ച് ഞാൻ പഠിക്കാൻ പോകുന്ന നാളെയും ദിവസം മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരു സമയം പോലും പാഴാക്കാതെ കൂടുതൽ തീഷ്ണതയോടുകൂടി അധ്വാനിക്കുവാനുള്ള ശക്തിയും കൃപയും തരാൻ വേണ്ടി എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പഠിക്കുവാൻ പോകുന്ന എല്ലാ വിഷയങ്ങളിലും എനിക്ക് ശക്തി തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ആവശ്യത്തിലും അങ്ങ് സഹായിക്കണമേ. ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു വിശ്രമം നിറഞ്ഞ രാത്രി നിങ്ങൾക്ക് നേരുകയാണ്. ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.